കേരളത്തിൽ താമസിക്കുന്നവർ യുദ്ധം കണ്ടിട്ടില്ല. അവർ സ്വന്തം നാട്ടിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുമില്ല. ഇന്ത്യൻ സൈന്യത്തിൽ സേവിച്ച അനേകം മലയാളികളുണ്ട്. അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ കാലത്ത് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയും നല്ല ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയും വിദേശത്ത് പോയ മലയാളികൾ യുദ്ധഭയത്തിലാണ്. അവരുടെ ബന്ധുക്കളും യുദ്ധഭയത്തിലാണ്. പലപ്പോഴും യുദ്ധത്തേക്കാൾ ഭീകരമാണ് യുദ്ധഭയം. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ നടന്നപ്പോൾ നമ്മൾ മലയാളികൾ അധികം ഭയപ്പെട്ടിരുന്നില്ല. കാരണം യുദ്ധം വലുതായിരുന്നെങ്കിലും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ ചുരുക്കമായേ നമ്മൾ കേട്ടിരുന്നുള്ളൂ. മാത്രമല്ല പല വാർത്തകളും വളരെ വൈകിയാണ് നമ്മൾ കേട്ടിരുന്നത്. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. ദൃശ്യമാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഫലമായി നേരറിഞ്ഞാൽ മാത്രം പോരാ, അത് നേരത്തെ അറിയുകയും വേണം എന്നതാണ് മുദ്രാവാക്യം. ഇതിൻ്റെ പുറമെ ഓരോ നാട്ടിലെയും രാഷ്ട്രീയ സാമുദായിക പശ്ചാത്തലം അനുസരിച്ച് യുദ്ധത്തിലെ നായകനും വില്ലനും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. വളരെയധികം മലയാളികൾ ജോലിക്കായി പോയിട്ടുള്ള UAE, ഖത്തർ, സൗദി, ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടും നമ്മുടെ ആളുകളുടെ ജീവൻ അപകടത്തിലായിട്ടും അക്രമകാരിയെ നീതീകരിക്കുന്ന തിരക്കിലാണ് നമ്മുടെ മിക്ക മാധ്യമങ്ങളും. അതെന്തുമാകട്ടെ, യുദ്ധം നടക്കുമ്പോൾ യുദ്ധശ്രുതി കൊണ്ട് യുദ്ധമില്ലാത്ത നാട്ടിലുള്ളവരെ ഭയപ്പെടുത്തുന്ന മാധ്യമങ്ങൾ എന്ന് കരുതിയാൽ മതി. ചില ഭയാനകമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ആളുകൾ ഭയപ്പെടാറുണ്ട്. അതിന് യുദ്ധമൊന്നും വേണമെന്നില്ല. എന്നാൽ സങ്കല്പിക്കാവുന്നതിൽ ഏറ്റവും ഭീകരമായ കാര്യങ്ങൾ ഉണ്ടായാലും സമാധാനത്തോടെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ കാര്യം 46-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ബോംബും മിസൈലും വീഴുന്ന ശബ്ദവും പുകയും മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. എന്നാൽ ഇതിലെല്ലാം ഭയാനകമായ ഒരു കാര്യമാണ് 46-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു മഹാപർവ്വതം മുഴുവൻ കടലിൽ വീഴുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന ഭീകരാവസ്ഥയെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ കടലിലെ വെള്ളം ഇരച്ചു കലങ്ങും. ആ കടൽക്ഷോഭം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങുന്നു എന്നും കരുതുക. ആ സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതിലും ഭയാനകമായതൊന്നും സംഭവിക്കില്ല. ഭൂമി സ്ഥാനത്ത് നിന്ന് മാറുന്നു. വലിയ പർവ്വതം കടലിൽ വീണ് കടൽക്ഷോഭമുണ്ടാകുന്നു. ഇതൊക്കെ കണ്ടിട്ടും ഭയപ്പെടാതിരിക്കാൻ സാധിക്കുമോ? അതെങ്ങനെ സാധിക്കും? അതിൻ്റെ ഉത്തരം ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യ വരികളിൽ തന്നെ ഉണ്ട്. അതിങ്ങനെയാണ്: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഈ കാര്യം ആദ്യം പറഞ്ഞതിന് ശേഷമാണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഭയങ്കര കാര്യങ്ങളെക്കുറിച്ച് ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവം സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമാണെങ്കിൽ പിന്നെ എന്തൊക്കെ നമുക്ക് ചുറ്റും നടന്നാലും ഭയപ്പെടാതിരിക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു പാട്ടല്ലേ, ഇതിനല്പം അതിശയോക്തിയൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ചിലർക്ക് തോന്നും. അവർ ഈ സങ്കീർത്തനം എഴുതിയത് ആരാണ് എന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കോരഹ് പുത്രന്മാരാണ് ഈ സങ്കീർത്തനം എഴുതിയത്. കോരഹ് പുത്രന്മാർ എന്ന് ഇവരെ വിളിച്ചിരുന്നത് മിക്കവാറും അവരെ പരിഹസിക്കാനായിരുന്നു. അവരുടെ പിതാമഹനായിരുന്ന കോരഹ് ദൈവപുരുഷനായ മോശയ്ക്കെതിരെ മത്സരിച്ചവനാണ്. അതിൻ്റെ പരിണിത ഫലം കോരഹ് അനുഭവിച്ചു. ഇസ്രായേൽ ജനം മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ ഭൂമി വായ് തുറന്ന് കോരഹിനെയും കൂട്ടരെയും വിഴുങ്ങിക്കളഞ്ഞു. അത് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് മോശ കോരഹിൻ്റെ കൂടെയുള്ളവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തു. അതിങ്ങനെയായിരുന്നു: അവൻ സഭയോട്, ഈ ദുഷ്ടമനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവിൻ.
അവർക്കുള്ള യാതൊന്നിനെയും തുടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിലും നിന്ന് മാറിപ്പോയി. എന്നാൽ ദാഥാനും അബീരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താന്താങ്ങളുടെ കൂടാരവാതിൽക്കൽ നിന്നു. ഈ മുന്നറിയിപ്പ് കേട്ട് കോരഹിൻ്റെ പുത്രന്മാർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അന്ന് ഭൂമി മാറിപ്പോകുന്നത് കോരഹിൻ്റെ പുത്രന്മാർ കണ്ടതാണ്. ആ ഭൂമി സ്വന്തം അപ്പനായ കോരഹിനെ വിഴുങ്ങിക്കളയുന്നതും അവർ കണ്ടതാണ്. കോരഹിനെ പോലെ ദൈവം ശിക്ഷിച്ച ഒരാളുടെ മക്കൾ എന്ന നിലയിലായിരിക്കും ആളുകൾ അവരെ കോരഹ് പുത്രന്മാരെന്ന് പരിഹസിച്ച് വിളിച്ചിരുന്നത്. എന്നാൽ ദൈവത്തോട് മത്സരിച്ച സ്വന്തം അപ്പൻ്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ ദൈവത്തോടൊപ്പം ജീവിക്കുന്നതാണ് നല്ലതെന്ന് കോരഹിൻ്റെ മക്കൾ തിരിച്ചറിഞ്ഞു. അവർ പറഞ്ഞു, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുത്തവർ ഭയപ്പെടില്ല, കുലുങ്ങിപ്പോവുകയുമില്ല. ചുറ്റും എന്തും സംഭവിക്കട്ടെ, ദൈവം അവരുടെ സങ്കേതമായിരിക്കും.